മനുഷ്യചരിത്രത്തിൽ കുതിരയോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ജീവിയുണ്ടാകില്ല. കാടുകളിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന ഈ മൃഗത്തെ മനുഷ്യൻ മെരുക്കിയെടുത്തത് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഗതാഗതം, യുദ്ധം, കൃഷി എന്നിങ്ങനെ സകല മേഖലകളിലും കുതിരകൾ വിപ്ലവം സൃഷ്ടിച്ചു. എന്താണ് കുതിരകളുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് കരുത്തിനെ അളക്കാൻ നമ്മളിപ്പോഴും ഹോഴ്സ് പവർ എന്ന വാക്കുപയോഗിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മൾ കാർ വാങ്ങുമ്പോഴോ മോട്ടോർ വാങ്ങുമ്പോഴോ ആദ്യം ചോദിക്കുന്നത് എത്ര ഹോഴ്സ് പവർ ഉണ്ട് എന്നാണ്. ഈ വാക്കിന് പിന്നിൽ രസകരമായ ഒരു ചരിത്രമുണ്ട്. ജെയിംസ് വാട്ടിന്റെ ബുദ്ധി. 18-ാം നൂറ്റാണ്ടിൽ ജെയിംസ് വാട്ട് തന്റെ സ്റ്റീം എഞ്ചിൻ വികസിപ്പിച്ചപ്പോൾ അത് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയാണിത്. ഒരു സാധാരണ കുതിരയ്ക്ക് ഒരു മിനിറ്റിൽ എത്ര ഭാരം എത്ര ദൂരം വലിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അതായത് സെക്കൻഡിൽ 75 കിലോഗ്രാം ഭാരം 1 മീറ്റർ ഉയർത്താനാവശ്യമായ കരുത്തിനെ ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് വിളിക്കുന്നു. രസകരമായ വസ്തുത എന്തെന്നാൽ ഒരു കുതിരയ്ക്ക് അതിന്റെ പരമാവധി ശേഷിയിൽ ഏകദേശം 14.9 ഹോഴ്സ് പവർ വരെ പുറത്തെടുക്കാൻ കഴിയും. എന്നാൽ തുടർച്ചയായി ജോലി ചെയ്യുമ്പോഴുള്ള ശരാശരി കരുത്താണ് 1 HP ആയി കണക്കാക്കുന്നത്. ഏകദേശം 5500 വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിലെ പുൽമേടുകളിലാണ് മനുഷ്യൻ ആദ്യമായി കുതിരകളെ മെരുക്കാൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. തുടക്കത്തിൽ മാംസത്തിനും പാലിനുമായാണ് കുതിരകളെ വളർത്തിയിരുന്നത്. പിന്നീട് അവയുടെ വേഗതയും കരുത്തും തിരിച്ചറിഞ്ഞ മനുഷ്യൻ അവയെ സവാരിക്കും ഭാരം ചുമക്കാനും ഉപയോഗിച്ചു. ഒരു കുതിരയെ മെരുക്കുക എന്നത് വലിയൊരു കലയാണ്. കുതിരയുടെ മനസ്സ് മനസ്സിലാക്കി സമാധാനപരമായി അതിനെ വശത്താക്കുന്ന രീതിയെ ഹോഴ്സ് വിസ്പറിംഗ് എന്ന് വിളിക്കുന്നു. കുതിരകൾ സാമൂഹിക ജീവികളാണ്. തങ്ങളെ സ്നേഹിക്കുന്ന യജമാനനോട് അവ വലിയ വിശ്വസ്തത കാണിക്കുന്നു. കുതിരകളില്ലായിരുന്നെങ്കിൽ ലോക സാമ്രാജ്യങ്ങളുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. പുരാതന കാലത്ത് രഥങ്ങളിൽ കെട്ടിയാണ് കുതിരകളെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ജീനുകൾ, സഡിൽസ് കണ്ടുപിടിച്ചതോടെ സൈനികർ കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബുസെഫാലസ്, മഹാറാണ പ്രതാപിന്റെ ഛേദക് എന്നിവർ ചരിത്രത്തിൽ ഇടം പിടിച്ച കുതിരകളാണ്. തങ്ങളുടെ യജമാനനെ രക്ഷിക്കാൻ ജീവൻ വരെ നൽകിയ വീരകഥകൾ ഇവരെക്കുറിച്ചുമുണ്ട്. മംഗോൾ പടയോട്ടം മുതൽ 1-ാം ലോക മഹായുദ്ധം വരെ കുതിരകൾ അനിവാര്യമായിരുന്നു. ടാങ്കുകളും ആധുനിക വാഹനങ്ങളും വരുന്നതുവരെ സൈന്യത്തിന്റെ നട്ടെല്ല് കുതിരപ്പടയായിരുന്നു. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലിയ കണ്ണുകൾ കുതിരകൾക്കാണ്. അവയ്ക്ക് ഒരേ സമയം 360 ഡിഗ്രിയിൽ കാഴ്ച ലഭിക്കും, തലയ്ക്ക് പിന്നിലെ ചെറിയൊരു ഭാഗമൊഴികെ. കുതിരകൾക്ക് നിന്നുകൊണ്ടുറങ്ങാൻ കഴിയും. അവയുടെ കാലുകളിലെ പ്രത്യേക സ്റ്റേ അപ്പാരറ്റസ് എന്ന സംവിധാനം പേശികൾക്ക് ആയാസമില്ലാതെ നിൽക്കാൻ സഹായിക്കുന്നു. അറബിയൻ കുതിരകൾ അവയുടെ വേഗതയ്ക്കും ബുദ്ധിക്കും ലോകപ്രശസ്തമാണ്. ഇംഗ്ലീഷ് തറോബ്രെഡ് കുതിരകളാണ് പന്തയങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. ചെവികളുടെ ചലനത്തിലൂടെ കുതിരകൾക്ക് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ വിമാനങ്ങളും കാറുകളുമുണ്ട്. എങ്കിലും കുതിരകളോടുള്ള മനുഷ്യന്റെ ഇഷ്ടം കുറഞ്ഞതില്ല. സ്പോർട്സിലും വിനോദത്തിലും കുതിരകൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. കരുത്തിന്റെയും വേഗതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി കുതിരകൾ ഇനിയും വാഴ്ത്തപ്പെടും.